റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഓഫീസർ പോസ്റ്റുമായിട്ട് RBI ഗ്രേഡ് ബി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നടക്കാൻ പോകുന്നത് ജേർണലിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും പിന്നെ 2 ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുമാണ്. നമുക്ക് നാഷണൽ ഡെവലപ്മെന്റ്, നമ്മുടെ നാഷണലിന്റെ ബിൽഡിംഗിൽ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. നമ്മൾ സാധാരണ ഗതിയിൽ ബാങ്ക് എക്സാമിന് പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന പോലെ അല്ല, ഇവിടെ ഫേസ് 1 എക്സാം, ഫേസ് 2 എക്സാം അങ്ങനെയാണ് പറയുന്നത്. RBI ഗ്രേഡ് ബി പോലെ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷ, ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ബാങ്ക് എക്സാം, ആ ബാങ്ക് എക്സാമിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ പേ സ്കെയിൽ കണ്ടാലും ഞെട്ടരുത്. കോർ അല്ലെങ്കിൽ റിഫൈൻഡ് പീപ്പിളിനാണ് അവർ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഹൈലി നമ്മളൊരു പ്രൊഫഷണലായിട്ട് നടക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കും. IBSന്റെ മറ്റൊരു നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് നമ്മുടെ കോർ ബാങ്കിങ് സിസ്റ്റം. ആ ബാങ്കിങ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഓഫീസർ പോസ്റ്റുമായിട്ട് RBI ഗ്രേഡ് ബി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തുടക്ക ശമ്പളം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. നടക്കാൻ പോകുന്നത് ജേർണലിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും പിന്നെ 2 ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ച്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് എന്ന 2 ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് എത്ര വേക്കൻസീസ് വീതമാണ് ഓരോന്നിലുള്ള നോക്കാം. ജേർണലിസ്റ്റ് പോസ്റ്റുകളിൽ ഇത്തവണ 83 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസി വന്നേക്കുന്നത്. കഴിഞ്ഞ തവണ 66 ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വേക്കൻസീസ് കൂടുതലാണ്. അതിൽ അണ്ടർസോറി കാറ്റഗറിക്ക് 35, EWSന് 8, OBCക്ക് 19, SCക്ക് 15, STക്ക് 6, അങ്ങനെ 83 ആണ് ടോട്ടൽ ജേർണലിസ്റ്റ് കാറ്റഗറിക്ക് വേണ്ടിയുള്ള വേക്കൻസി. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലൂടെ പരിഗണിക്കുമ്പോൾ ടോട്ടൽ വേക്കൻസി ഇപ്രാവശ്യം വന്നേക്കുന്നത് 120 വേക്കൻസിയാണ്. നല്ല വേക്കൻസിയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വേക്കൻസി കൂടുതലാണ്. നമുക്കറിയാം RBI ആണ്. RBIയിലേക്ക് ഒരു ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്ന് തന്നെ പറഞ്ഞാൽ ഏറ്റവും വലിയ മഹാഭാഗ്യം തന്നെയാണ്. കാരണം നമുക്ക് നാഷണൽ ഡെവലപ്മെന്റ്, നമ്മുടെ നാഷണലിന്റെ ബിൽഡിംഗിൽ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. നമ്മുടെ എല്ലാ നാഷണലിസ്റ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരം തന്നെയാണ് നമ്മുടെ നാഷണൽ ബിൽഡിംഗിൽ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. RBI നമുക്ക് കുറച്ചുകൂടെ ഒരു വലിയ ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. നമുക്കിനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. സെപ്റ്റംബർ 10 ആപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ സെപ്റ്റംബർ 30 6 PM വരെയാണ് നമുക്ക് ഈ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഗതിയിൽ ബാങ്ക് എക്സാമിന് പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന പോലെ അല്ല, ഇവിടെ ഫേസ് 1 എക്സാം, ഫേസ് 2 എക്സാം അങ്ങനെയാണ് പറയുന്നത്. 2 ഓൺലൈൻ എക്സാമിനേഷനും പിന്നെ ഒരു ഇന്റർവ്യൂ ആണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിന്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ സെക്കൻഡ് അല്ലെങ്കിൽ ഫേസ് 2 എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴാണ് കുറച്ച് നമ്മുടെ ഈ മൊത്തത്തിൽ ഈ പാറ്റേണിലെല്ലാം മാറ്റമുണ്ട്. ഈ ഫേസ് 1 എക്സാമിനേഷൻ നമ്മുടെ IBPSന്റെ അല്ലെങ്കിൽ SBIയുടെ ഒക്കെ ഒരു മെയിൻസ് പാറ്റേണിൽ തന്നെയാണ് നടക്കുന്നത്. ഫേസ് 2 ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് പോർഷൻസ് ഉൾപ്പെടുന്ന കുറച്ച് കൊമേഴ്സ് സബ്ജക്റ്റ് ഒക്കെ വരുന്നൊരു എക്സാമാണ്. അത്യാവശ്യം കാര്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു പരീക്ഷയാണ്. കാരണം നമുക്ക് അവർ ഡിമാൻഡ് ചെയ്യുന്നത് കോർ പീപ്പിളിനെയാണ്. ഒരു നല്ല ഒരു സെലക്ഷൻ പ്രോസസ് ആയിരിക്കും. അതിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. നോക്കിയേ, സെപ്റ്റംബർ 10 തുടങ്ങുന്ന ആപ്ലിക്കേഷൻ ഡേറ്റ് സെപ്റ്റംബർ 30 വരെ ഉണ്ട്. പിന്നെ വരുന്നത് ഗ്രേഡ് ബി ജേർണലിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള ഫേസ് 1 എക്സാമിനേഷൻ നടക്കുന്ന ഒക്ടോബർ 18 തീയതിയാണ് 2025. ഫേസ് 2 എക്സാമിനേഷൻ നടക്കുന്നത് പേപ്പർ 1ഉം പേപ്പർ 2ഉം 3ഉം എല്ലാം നടക്കുന്നത് ഡിസംബർ 6 തീയതിയാണ്. അപ്പോൾ ഫേസ് 1 ഒക്ടോബർ 18, ഫേസ് 2 ഡിസംബർ 6. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റുകളിലേക്കുള്ള ഫേസ് 1 എക്സാമിനേഷൻ നടക്കുന്ന ഒക്ടോബർ 19 അതിൽ ഫേസ് 2 എക്സാമിനേഷൻ വരുന്നത് ഡിസംബർ 7. അപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫേസ് 1 എക്സാമിനേഷൻ നടക്കുന്നത് ഒക്ടോബർ 19, ഫേസ് 2 നടക്കുന്നത് ഡിസംബർ 7. ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഡേറ്റുകളിൽ എന്ത് കാര്യമായ ചേഞ്ച് അല്ലെങ്കിൽ സമയത്ത് എന്ത് ചേഞ്ച് ഉണ്ടെന്ന് വരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? RBIക്ക് ഉണ്ട് എന്ന് ഇത് പ്രത്യേകം ഇത് പറഞ്ഞിട്ടുണ്ട് അവർ. ഓക്കെ, പിന്നെ വരുന്ന ഏജ് ലിമിറ്റ് ആണ്. A candidate must have attained the age of 21 years and must not have attained the age of 30 years on September 1, 2025. 2025 സെപ്റ്റംബർ 1 തീയതി ആകുമ്പോഴാണ് 21 വയസ്സിന് മുകളിലായിരിക്കണം, 30 വയസ്സ് പൂർത്തിയാകരുത് അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലേക്ക് പോകരുത് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, അങ്ങനെയുള്ള റിലാക്സേഷൻ ഇവിടെയും RBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് മിനിമം ക്വാളിഫിക്കേഷനാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ RBI ഗ്രേഡ് ബി പോലെ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷ, ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ബാങ്ക് എക്സാം, ആ ബാങ്ക് എക്സാമിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി മാത്രമാണ്. നിങ്ങൾ ഡിഗ്രി മാത്രമാണെന്ന് വെച്ചാൽ ഡിഗ്രി ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഡിഗ്രി ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് RBI നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നത്. അതിൽ 60% പാസ് മാർക്കോട് കൂടി നിങ്ങൾ ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. SC/ST PWB കാൻഡിഡേറ്റ്സിന് 50% റിലാക്സേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ 50% മാർക്ക് മതി നിങ്ങൾക്ക്. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 60% പാസ് മാർക്ക് വേണം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പേഴ്സണൽ റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് അവിടെ വരുന്നത്
നമുക്ക് PG വേണം. അത് PG എക്കണോമിക്സോ അല്ലെങ്കിൽ ഫിനാൻസോ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റിൽ ഇപ്പോൾ നമ്മുടെ എന്താണ് ഏതെങ്കിലും പിന്നെ ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ എക്കണോമിക്സ് മേജർ സബ്ജക്റ്റ് ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ DSM അവിടെ ഇപ്പോൾ എന്താണ് മാസ്റ്റർ ഡിഗ്രി വിത്ത് മിനിമം 55% മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ഓഫ് ആൾ സെമസ്റ്റേഴ്സ് ഇയേഴ്സ് ഓഫ് ആൻ എക്വലന്റ് ഗ്രേഡ് CGPA ഇൻ സ്റ്റാറ്റിക്സ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ എക്കണോമിക്സ് പകരം എന്താണ് ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പം ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് PG വേണം. എക്കണോമിക്സിലോ സ്റ്റാറ്റിക്സിലോ PG വേണം. പക്ഷേ 55% പാസ് മാർക്കും വേണമെന്നാണ് പറയുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് പേ സ്കെയിലാണ്. പേ സ്കെയിൽ കണ്ടാലും ഞെട്ടരുത്. ബേസിക് പേ തന്നെ 78,480 രൂപയാണ്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ പിന്നെ എന്താണ് കയ്യിൽ കിട്ടാൻ പോകുന്ന സാലറി 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. 1,50,374 രൂപയാണ് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന സാലറി. വിത്തൗട്ട് HRA ഹൗസ് റെന്റ് അലവൻസ് ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി 1,50,374. ഒന്ന് ആലോചിച്ച് നോക്കി. ഡിഗ്രിക്ക് 60% മാർക്ക് മതി. ഈ ഒരു പരീക്ഷ എഴുതുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് നിങ്ങൾ കടക്കേണ്ടത്. ഈ കടമ്പ കടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് RBI ഗ്രേഡ്, RBIയിൽ ഒരു മാനേജർ പൊസിഷൻ എന്നതിനപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു പാക്കേജാണ്. ഇവിടെ HRA ഇല്ലെന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് പെർക്വിസിറ്റിയിൽ പറയുന്നതാണ് ബാങ്ക്സ് അക്കോമഡേഷൻ സബ്ജക്ട് ടു അവൈലബിലിറ്റി റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് വെഹിക്കിൾ ഫോർ ഓഫീസിൽ ഒത്തിരി എന്താണ് പെർക്വിസിറ്റ് പറയുന്നത്. ബാങ്ക് എക്സാംസിൻ്റെ ഏറ്റവും വലിയൊരു പ്രിവിലേജ് എന്ന് പറയുന്നതാണ് പേയ്മെൻറ്റിന് അപ്പുറത്തേക്ക് നൽകുന്ന പെർക്വിസിറ്റ്സ് ആണ്. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കോമഡേഷൻ എടുക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക് എന്താണ് അവർക്ക് 50% എന്താണ് HRA പ്രൊവൈഡ് ചെയ്യും. അപ്പം ആലോചിക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ഒരു എക്സാം നിങ്ങളൊന്ന് കടക്കുക അല്ലെങ്കിൽ ഈ എക്സാം 2 ഫേസ് 1 ഫേസ് 2 എക്സാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സ്വപ്ന തുല്യമായ ജോലിയാണ്. അത്ര ഈ പെർക്വിസിറ്റ്സ് തന്നെ ഇത്രയും ഒരു പാസ്സായി തന്നെയാണ് നിങ്ങൾക്ക് എഴുതിയിട്ടേക്കുന്നത്. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ കൃത്യമായിട്ടുള്ള വായിച്ച് നല്ലപോലെ സ്വപ്നം കണ്ട് അപ്ലൈ ചെയ്തു. അടുത്തത് നമുക്ക് നമ്മുടെ ഫേസ് 1 എക്സാമിനേഷൻ്റെ സെൻറ്റേഴ്സ് എവിടെയാണ് കേരളത്തിൽ നോക്കാം. കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ഒക്കെയാണ് നമ്മുടെ സെൻറ്റേഴ്സ് വരുന്നത് കേരളത്തിൽ. ഇപ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സാണ്. ഫേസ് 2 ആകുമ്പോഴത്തേക്ക് എറണാകുളം, തിരുവനന്തപുരം 2 സെൻറ്ററാണ് ഉള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷൻ എങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സാധാരണ ബാങ്ക് എക്സാമുകളെക്കാളും കുറച്ച് ഡിഫറൻ്റ് ഒരു പാറ്റേൺ ആണ്. നമ്മുടെ ഫേസ് 1 എക്സാമിനേഷൻ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഒരു മെയിൻസ് ലെവൽ പരീക്ഷയുടെ സബ്ജക്ട്സാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ദിസ് വിൽ കംപ്രൈസ് എ സിംഗിൾ പേപ്പർ ഓഫ് 200 മാർക്സ് ആൻഡ് വിൽ ബി ഹെൽഡ് ഓൺ October 18, 2025. 200 മാർക്കിൻ്റെ പരീക്ഷയാണ്. October 18 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ വരുന്ന സബ്ജക്ട്സ് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്, ഈ 4 സബ്ജക്റ്റിലാണ് പരീക്ഷ വരുന്നത്. ജനറൽ അവയർനെസ് സാധാരണ മെയിൻസിലാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ RBI ഗ്രേഡ് ബിയുടെ ഫേസ് 1 ജനറൽ അവയർനെസ് ഉണ്ട്. പിന്നെന്താണ് 120 മിനിറ്റ് ആണ് അല്ലെങ്കിൽ 2 മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷ. 200 മാർക്കിൻ്റെ പരീക്ഷയാണ് ഫേസ് 1. ഈ ഫേസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സ് മാത്രമാണ്. എന്താണ് ഫേസ് 2ലേക്ക് നിങ്ങളെ കടത്തിവിടാനുള്ളൊരു പ്രോസസ്സ്. ഫേസ് 2 സബ്ജക്റ്റ് നോക്കിയേ. പേപ്പർ 1 എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അതിൽ 50% മാർക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. 50% ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുതാൻ നമുക്ക് എന്താണ് 30 മിനിറ്റും ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ 90 മിനിറ്റും ഉണ്ട്. ടോട്ടൽ എന്താണ് 50 മാർക്ക് വരുന്നത്. ടോട്ടൽ 100 മാർക്കിലാണ് നമുക്ക് ഈ എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്നുള്ള ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ വരുന്നത്. 120 മിനിറ്റാണ് അതിൻ്റെ ടൈം വരുന്നത്. പേപ്പർ 2 ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കിൽ. അതിൽ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ആണ്. ടു ബി ടൈപ്പ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കീബോർഡ്. നമ്മൾ ടൈപ്പ് ചെയ്യണം. 90 മിനിറ്റാണ് നമുക്ക് എന്താണ് പരീക്ഷയ്ക്കുള്ള സമയം. 3 ചോദ്യങ്ങളായിരിക്കും. ടോട്ടൽ മാർക്ക് 100 മാർക്കാണ്. പിന്നീട് നമുക്ക് വരുന്നത് ജനറൽ ഫിനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. അവിടെ വരുന്നത് എന്താണ് നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ 50% ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 30 മിനിറ്റാണ്. അതിന് 50 മാർക്കായിരിക്കും. പിന്നെ 50% ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതും എന്താണ് അത് 90 മിനിറ്റാണ്. അതിന് 50 മാർക്ക്. ടോട്ടൽ 100 മാർക്കാണ് അവിടെയും പരീക്ഷയ്ക്ക് വരുന്നത്. 2 മണിക്കൂർ പരീക്ഷയുണ്ട്. 120 മണിക്കൂറുണ്ട് ആ ഒരു സബ്ജക്റ്റ് എഴുതാൻ തന്നെ. 120 മിനിറ്റ് ഉണ്ട്. 2 മണിക്കൂറാണ് പരീക്ഷ. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ 300 മാർക്കാണ് ഈ പരീക്ഷ. ഇതിൻ്റെ സിലബസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പഠിക്കേണ്ടത് ഈ ഫേസ് 2 വേണ്ടി കൃത്യമായിട്ട് സിലബസ് നോട്ടിഫിക്കേഷനുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഫേസ് 1 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് 2 കയറുന്നു. ഈ ഫേസ് 2 നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ RBI ഇൻ്റർവ്യൂസ് ക്ഷണിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാങ്ക് ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട ഇൻ്റർവ്യൂ ആണ്. ബട്ട് RBI ഗ്രേഡ് ബിയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു കോർ അല്ലെങ്കിൽ റിഫൈൻഡ് പീപ്പിളിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി നടക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഹൈലി എന്താണ് നമ്മളൊരു പ്രൊഫഷണലായിട്ട് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. അവിടെ നമ്മൾ കാര്യമായ ശ്രദ്ധ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ
എന്താണ് പ്രൊവൈഡ് കൊടുക്കണം, ഇൻ്റർവ്യൂ കൊടുക്കണം നമ്മൾ. ഓക്കെ, ഇൻ്റർവ്യൂവിന് ടോട്ടൽ മാർക്ക് 75 ആയിരിക്കും. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. SC/ST PW കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അതിൻ്റെ കൂടെ 15% GST ഉണ്ട്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 850 രൂപയാണ് ഫീസ്. അതിൻ്റെ കൂടെ 18% GST ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ബ്രീഫ് ഡീറ്റെയിൽസ്. അപ്പോൾ ഏറ്റവും മികച്ച പരീക്ഷ, ഏറ്റവും ഉയർന്ന ശമ്പളം, ഒരു ഡിഗ്രിക്കാരനെ സംബന്ധിച്ച് 60% പാസ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ സാധാരണ പരീക്ഷാ പാറ്റേണുമായിട്ട് കുറച്ചൊരു വ്യത്യാസമുള്ള, അല്ലെങ്കിൽ കാര്യമായ വ്യത്യാസമുള്ളൊരു പരീക്ഷയാണ്. നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും RBI ഗ്രേഡ് ബി. RBIയിൽ ഒരു മാനേജർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വേറൊരു ലെവലാണ്. RBIയുടെ ഐഡൻറ്റി കാർഡ് നിങ്ങളുടെ കഴുത്തിലിടുന്നതായിട്ട് നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുക, നല്ല പ്രിപ്പറേഷൻ ഉണ്ടാവുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.